ഇപ്പോൾ എൻ്റെ മക്കളടുത്ത് ഞാൻ പറയുകയാണ്, നിങ്ങൾ 12ാം ക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോവുകയാണ്, യു ഗെറ്റ് എ റൂം മേറ്റ്, യു ഹാവ് ടു സ്റ്റേ വിത്ത് ദം എന്ന് പറയുമ്പോൾ അവർ നെറ്റി ചിലപ്പോൾ ഒന്ന് ചുളിയും. എൻ്റെ കാരണം വെച്ചാൽ ദേ തിങ്ക് എൻ്റെ പ്രൈവസി നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ എൻ്റെ സെക്യൂരിറ്റിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഏത് തരത്തിലുള്ള ഫ്രണ്ടായിരിക്കും എൻ്റെ അടുത്ത് വരാൻ പോകണമെന്നുള്ള അവരെ ഭയങ്കരമായിട്ട് വ്യാകുലപ്പെടുത്തുന്നുണ്ടോ. ഇതൊരു ഒത്തുപോകാൻ പറ്റുമോ, ഇതൊരു സോഷ്യൽ ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മൾ അതൊക്കെ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അതിനെ വിടാൻ പറ്റില്ല. അപ്പോൾ എന്ത് പറ്റും, അവിടെയാണ് ഈ സ്റ്റുഡന്റ് ഹൗസിംഗ് വന്നത്. ഞാൻ ബാംഗ്ലൂർ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ എറണാകുളത്ത് ചേർന്നുണ്ട്. ഞങ്ങൾ പെടപ്പള്ളി ചെയ്ത് കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു പുതിയ പ്രോജക്റ്റ് ഇൻഫോ പാർക്കിനടുത്ത് വരുന്നുണ്ട്. സ്റ്റുഡന്റ് ഹൗസിംഗ് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലതെന്ന് വെച്ചാൽ സിംഗുലാർ ലിവിംഗ് ആണ്. അതായത് ഒരാൾ ബാച്ചിലർ ആയിട്ടിരിക്കുന്ന ഒരു കാലത്ത് അയാൾക്ക് സുരക്ഷിതമായിട്ടും പ്രൈവറ്റ് ആയിട്ടും ജീവിക്കാവുന്ന ഒരു സ്ഥലം, ഒരാൾ താമസിക്കാനുള്ള വീടാണ് ഉദ്ദേശിക്കുന്നത്. എത്ര സ്ക്വയർ ഫീറ്റ് ആയിരിക്കും? 96 സ്ക്വയർ ഫീറ്റ്. അതിനൊരു പേരുണ്ടല്ലോ, വെരി ഇൻട്രസ്റ്റിംഗ്, സെൽഫി. അതാണോ ഒരാൾ ഒറ്റയ്ക്ക് എടുക്കുന്ന ഫോട്ടോ അല്ലേ എന്ന് പറയുന്ന ഒരാൾക്ക് ഒറ്റയ്ക്ക് താമസിക്കാനുള്ള വീടാണ് സെൽഫി ഹോംസ്. ഈ സെൽഫി ഹോംസിനകത്ത് ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ വെറും 96 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ പോലും അയാൾക്ക് ഒറ്റയ്ക്ക് അവിടെ താമസിക്കാനുള്ള എല്ലാ സൗകര്യവും കൊടുത്തിട്ടുണ്ട്. അതൊരു സോഷ്യൽ നീഡിനെ അഡ്രസ് ചെയ്യുന്നതാണ്. അപ്പൊ അതൊരു സാധാരണ റിയൽ എസ്റ്റേറ്റ് പ്രൊഡക്റ്റ് അല്ല. അത് ഇറ്റ് ഈസ് മെന്റ് ഫോർ സം പീപ്പിൾ ഓൺലി, സം കാറ്റഗറി ഓഫ് പീപ്പിൾ ഓൺലി.